നമ്മളിനി മഴയുടെ കാഴ്ചയിലേക്കാണ് പോകുന്നത്. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയാണ്. തിരുവനന്തപുരം ഉൾപ്പെടെ പലയിടങ്ങളിലും രാത്രി മുഴുവൻ മഴ പെയ്തു. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഴ ശക്തമായതിനാൽ ഇടുക്കിയിലെ കല്ലാർകുട്ടി, പാമ്പള അണക്കെട്ടുകൾ ഇന്ന് തുറക്കും. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറും എന്നുള്ള പ്രവചനമുണ്ട്. അത് വീണ്ടും തീവ്ര ചുഴലിക്കാറ്റായി മാറും എന്നുള്ള പ്രവചനവും കാലാവസ്ഥാ വകുപ്പ് ഇന്നലെ തന്നെ നൽകിയിരുന്നു. വി വിനോദും KV ബൈജു, നവമി ദിനേശും പ്രിൻസ് ജെയിംസുമാണ് ഈ മഴയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഞാൻ ആദ്യം വിനോദിലേക്ക് തന്നെ പോവുകയാണ്. വിനോദ്, ഈ തലസ്ഥാനത്ത് ഇന്നലെ രാത്രി തന്നെ അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. ആ മഴ ഇപ്പോഴും ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും തുടരുകയാണ് ആ മഴയുടെ പെയ്ത്ത്. അപ്പോൾ എന്താണ് ഈ ആദ്യ ദിവസങ്ങളൊക്കെ വെള്ളക്കെട്ടിന്റെ കാഴ്ചകളൊക്കെ ആയിരുന്നുവെങ്കിൽ അതിന്റെ ദുരിതത്തിന്റെ കാഴ്ച മറ്റൊരു തലങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. തലസ്ഥാനത്തെ മഴ കാഴ്ച എന്താണ്? എൽദോ, ഇന്ന് 7 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. അതിൽ ഒരു ജില്ല തിരുവനന്തപുരമാണ്. എൽദോ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രി എന്നതല്ല, കഴിഞ്ഞ ഏതാണ്ട് 5 ദിവസത്തിലധികമായി തലസ്ഥാന ജില്ലയിൽ മഴ അനുഭവപ്പെടുന്നുണ്ട്. അത് ഒറ്റപ്പെട്ട മഴയായോ അല്ലെങ്കിൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ പരക്കെ ഉള്ള മഴ മലയോര മേഖലയിലും തീരദേശത്തും അടക്കം എല്ലാ മേഖലകളിലും മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസവും രാത്രി ശക്തമായ മഴയായിരുന്നു. ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും റിപ്പോർട്ട് ചെയ്തതുപോലെ പ്രധാനമായി പറയാനുള്ളത് ഈ മഴക്കാലത്ത് സാധാരണ കണ്ണമൂലത്തോടും നഗരത്തിലെ കാര്യമാണ്. കണ്ണമൂലത്തോടും ആമേഴഞ്ചൻ തോടും പാർവതി പുത്തനാറുമൊക്കെയും കരകവിഞ്ഞ് ഒഴുകുന്ന നിലയുണ്ടായിട്ടുണ്ട്. പലപ്പോഴും വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇക്കുറി അതിൽ ശമനമുണ്ട്. അതിന് കാരണം ഈ മഴക്കാലത്തിന് മുൻപ് ശുചീകരണം നടത്തിയത് തന്നെയാണ്. മാലിന്യങ്ങൾ വാരിമാറ്റിയത് കൊണ്ട് വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ, മഴയുടെ തുടക്കത്തിൽ തന്നെ വേളയിൽ പൊഴി മുറിച്ചു. അതുകൊണ്ട് തന്നെ അവിടെയും കടലിലേക്ക് ജലം ഒഴുകിപ്പോകുന്നതിന് മറ്റ് ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവൃത്തികൾ, അത് 6 മാസത്തിലധികമായി നടക്കുന്ന പ്രവൃത്തികളുണ്ട്. വലിയ കുഴികളാണ് പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം എടുത്തിട്ടുള്ളത്. അവിടെ വെള്ളക്കെട്ട് നിലനിൽക്കുന്നു. ഏതാണ്ട് 5-ലധികം റോഡുകൾ ഇപ്പോഴും പണി പൂർത്തിയാകാനായി നഗരത്തിലുണ്ട്. ഈ റോഡുകളിലൂടെയുള്ള യാത്രകളാണ് ദുരിതമായിരിക്കുന്നത്. മാത്രവുമല്ല, തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രി വഞ്ചി റോഡ്, അവിടെ പ്രധാനപ്പെട്ട സ്കൂളുകളും അതോടൊപ്പം ആശുപത്രികളും കോടതിയും ഒക്കെയും ഉള്ള ആ റോഡാണ്. ആ റോഡിൽ വലിയ ഈ നിർമ്മാണ പ്രവൃത്തികൾ ദീർഘകാലമായി ഇങ്ങനെ നീണ്ടുപോകുന്നത് കൊണ്ട് തന്നെ സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ട് രക്ഷിതാക്കളും ആശങ്കയിലാണ്. കുഞ്ഞുങ്ങളെ ഈ വെള്ളക്കെട്ടിന് അടുത്തുകൂടെയൊക്കെയും അയക്കേണ്ടി വരുന്നതിൻ്റെ ഒരു പ്രയാസമുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് അത് നേരത്തെ നഗരസഭ പൂർത്തിയാക്കുമെന്ന് 2 തവണ ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ആ 2 തവണയും ഈ നിർമ്മാണങ്ങൾ പൂർത്തിയാകുന്ന നിലയുണ്ടായിട്ടില്ല. നമുക്ക് മറ്റ് സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അത് ചക്രവാത ചുഴിയായി മാറുകയാണ്. അതിൻ്റെ ഫലമായി കേരള തീരത്തും കേരളത്തിൽ പരക്കെയും മഴയുണ്ടാകുന്ന സാഹചര്യമുണ്ടാകും. ബംഗാൾ ഉൾക്കടലിലും ഈ തരത്തിൽ അവിടെ ഉണ്ടായ ന്യൂനമർദ്ദം അല്ലെങ്കിൽ അത് ചുഴലിക്കാറ്റായി മാറുന്ന ഒരു സ്ഥിതിയാണ്. അതും മറ്റ് തീരങ്ങളിൽ, കേരളത്തെ വലിയ തോതിൽ ബാധിക്കില്ലെങ്കിൽ കൂടി മറ്റ് തീരങ്ങളിൽ അത് ബാധിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായിരുന്നാലും ഇനി ഈ കാലവർഷത്തിൻ്റെ സമയമാണ്. ഈ വേനൽ മഴയായി തുടങ്ങിയ മഴ അതിന് ഒരു ഇടവേള ഉണ്ടാകുമോ എന്നതിൽ സംശയമുണ്ട്. കാരണം കാലവർഷം ഈ മാസം അവസാനത്തോടു കൂടി ആരംഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. അങ്ങനെയെങ്കിൽ ഈ മഴ തുടർന്നാൽ അടുത്ത ദിവസങ്ങളിലും ഇങ്ങനെ തന്നെ നിലനിൽക്കും. കടുത്ത വേനലിൽ നിന്നാണ് മഴയിലേക്ക് കാര്യങ്ങൾ മാറിയത്. മഴ ഈ കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള ഭീഷണി ഉണ്ടായിരുന്നു. ഡാമുകളിൽ ജലനിരപ്പ് ഗണ്യമായി താഴുന്ന ഒരു നിലയുണ്ടായിരുന്നു. അതിനെല്ലാം മാറ്റം വന്നു. മാത്രവുമല്ല, ഇനിയും ജലനിരപ്പ് ഉയർന്നാൽ ഡാമുകളിൽ ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകും. ഏതായിരുന്നാലും ഈ സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട് ഇനി വരുന്ന ബുദ്ധിമുട്ടുകളാണ് പ്രധാനമായും ഉള്ളത്. റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തി അത് വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ മൂലം നീണ്ടുപോയി എന്നൊരു ആരോപണമാണ് പൊതുവിൽ ജനങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം. ശരി, വി വിനോദം, KV ബൈജു, നവമി ദിനേശുമാണ് ആദ്യം ചേരുന്നത്. എന്നാലും ദൃശ്യങ്ങളിൽ നവമിക്കും ബൈജുവിനും കൊടയില്ല. അപ്പോൾ അവിടെ മഴയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നവമിയിലേക്ക് പോവുകയാണ്. നവമി, കൊച്ചിയിലെ മഴ മാറിയോ?
എൽദോ, കൊച്ചിയിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. രാവിലെ ഒരു 6 മണി വരെയൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷെ ഇപ്പോ മഴ അല്പം കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ആശ്വാസമല്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ മഴ പെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഴ മുന്നറിയിപ്പ് ഇപ്പോഴും എറണാകുളം ജില്ലയിൽ തുടരുകയാണ്. ഇന്നലെ രാത്രി അതിഗംഭീരമായ മഴയായിരുന്നു. ഒരു 7 മണിയൊക്കെ തുടങ്ങിയ മഴ ഏകദേശം രാത്രി 12-1 മണി വരെ നീണ്ടു നിന്നു, തോരാതെ തന്നെ നീണ്ടു നിന്നു. ആ സമയത്ത് കൊച്ചിയിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു. ആലുവ ഭാഗങ്ങളിൽ വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷെ ഇപ്പോൾ ആശ്വാസമാണ്. ഈ മഴ ഒന്ന് മാറി നിൽക്കുമ്പോൾ വെള്ളം ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ വൈറ്റില, ഇടപ്പള്ളി, പാലാരിവട്ടം ഭാഗങ്ങളിലും MG റോഡിലും KSRTC സ്റ്റാൻഡിലും ഒക്കെ ഇന്നലത്തെയുള്ള മഴ, തുടർച്ചയായിട്ടുള്ള 4 മണിക്കൂർ നീണ്ട മഴയിൽ നല്ല രീതിയിൽ വെള്ളക്കെട്ടുണ്ടായി. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ ഇട റോഡുകളിലൊക്കെ ഇപ്പോഴും വെള്ളം കെട്ടിനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത് ഏറ്റവും കൂടുതൽ പനമ്പള്ളി നഗറിലാണ്. അത് വേലിയേറ്റ സമയത്ത് പനമ്പള്ളി നഗറിൽ വെള്ളം കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴുകി പോകുന്നതിന് അല്പം കാലതാമസം വേണ്ടിവരും. പനമ്പള്ളി നഗറിലെ ഇട റോഡുകളിലൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്കറിയാം, കൊച്ചിയിൽ ഇത്തരത്തിലൊരു 2 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കുകയും പിന്നീട് അത് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആ സാഹചര്യം ഇപ്പോഴില്ല. മഴ മാറിക്കഴിഞ്ഞാൽ വെള്ളം വലിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ്. അത് തന്നെയാണ് ഇപ്പോൾ ആശ്വാസമായിരിക്കുന്നത്. എന്തായാലും ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അടക്കമുള്ള പദ്ധതികളൊക്കെ പകുതിയെങ്കിലും ഫലിച്ചു എന്ന് തന്നെ പറയാം. ഇന്നലെ ഹൈക്കോടതി കൊച്ചിയുടെ വെള്ളക്കെട്ടിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ ഇത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഹോട്ട്സ്പോട്ടുകളിലൊക്കെ ക്ലീനിങ് കുറച്ചുകൂടി നേരത്തെ ആക്കണം, അല്ലെങ്കിൽ അവിടെ ഇടയ്ക്കിടയ്ക്കുള്ളൊരു പരിശോധന വേണം, ഇതിനു വേണ്ടിയിട്ടുള്ള ആളുകളെ നിയോഗിക്കണമെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം കൊച്ചി നഗരസഭയോടും ഇനി ഏതെങ്കിലും കാനകളോ ഓടകളോ വൃത്തിയാക്കാനുണ്ടോ അതും ഉടൻ തന്നെ വൃത്തിയാക്കണം. കൊച്ചിയിൽ ഇനി ഒരു വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുതെന്നൊരു നിർദ്ദേശം കൂടി, മുന്നറിയിപ്പ് കൂടി ഇന്നലെ ഹൈക്കോടതി നൽകിയിരുന്നു. ഒപ്പം കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ ക്ലീനിംഗ് പരിപാടിയെ, ശുചീകരണ പരിപാടിയെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ഹൈക്കോടതി. എന്തായാലും ജനങ്ങളും ഇതിനോടൊപ്പം നിന്ന് ഈ വെള്ളക്കെട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കണമെന്നും ഹൈക്കോടതി ഇന്നലെ നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു. എന്തായാലും കൊച്ചി പഴയ കൊച്ചിയല്ല എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. കാരണം വെള്ളക്കെട്ടൊക്കെ ഈ സ്ഥിരം കാഴ്ചയായിരുന്ന കൊച്ചിയിൽ ഇപ്പോൾ അത് മാറി വരുന്ന ഒരു സാഹചര്യമാണ്. ഒരു 4 മണിക്കൂറൊക്കെ മഴ പെയ്ത് ആ സമയത്ത് നല്ല വെള്ളക്കെട്ട് രൂപപ്പെടും. എങ്കിൽ പോലും മഴ മാറി നിന്നാൽ ആ വെള്ളം ഒഴുകി പോകുന്ന ഒരു സാഹചര്യവുമാണ് ഇപ്പോൾ കൊച്ചിയിലുള്ളത്. ഓക്കെ, എന്തായാലും അത് ആശ്വാസകരമാണ്. കൊച്ചിയിൽ ഈ വെള്ളക്കെട്ട് അതിവേഗത്തിൽ ഇല്ലാതാവുന്നത് സന്തോഷകരമാണ്. പ്രത്യേകിച്ച് കൊച്ചിയിലെ ആളുകൾ മഴ വന്നാൽ ദുരിതമാണ്, അതിദുരിതമാണ്. അപ്പോൾ ഞാൻ എന്തായാലും കാസർഗോഡ്